എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററിലെ 4ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. പ്രിസം അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഏരിയ, പ്രിസത്തിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയയും എങ്ങനെ കാണും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, ഒരു സ്ക്വയർ പ്രിസം നോക്കാം. ആദ്യം ഒരു സ്ക്വയർ പ്രിസം വരച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസ് സ്ക്വയർ ആണ്. ഇപ്പോൾ ബേസ് അടിച്ചിട്ട് നമ്മൾ എ എന്നൊക്കെ എടുക്കും. അപ്പോൾ ഈ ലെങ്ത് എ ആണ്, ഈ ലെങ്ത് എ ആണ്. അതിൻ്റെ ഹൈറ്റ് നമ്മൾ എച്ച് എന്ന് എടുക്കുന്നു. അപ്പോൾ ഈ സ്ക്വയർ പ്രിസത്തെ ഞാനിങ്ങനെ നേരെ കട്ട് ചെയ്ത് അങ്ങോട്ട് നിവർത്തുക വിചാരിക്കാം. അപ്പോൾ എന്ത് വരും? ഇതുപോലെ വരും. ശരിയല്ലേ? കാരണം ബേസ് എച്ച് എ ആണ് എടുത്തിരിക്കുന്നത്, ഹൈറ്റ് എച്ച് ആണ്. അപ്പോൾ ഞാനിവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് നിവർത്തി. അപ്പോൾ അങ്ങനെ നിവർത്തി കഴിഞ്ഞപ്പോൾ 4 ഫേസ് ആണുള്ളത്. ഇത് ബേസ് എഡ്ജ് എ, ഇതും എ, ഇതും എ, ഇതും എ. 4 സ്ക്വയറിന്റെ 4 സൈഡാണ്. ഹൈറ്റ് എച്ച്. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ കിട്ടി കണ്ടോ. ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് ആയിട്ട്, അതായത് ഒരു സൈഡ് 4a പ്ലസ് എ പ്ലസ് എ പ്ലസ് എ, ഇപ്പുറത്തായിട്ട് എച്ച് വരും. ഇപ്പൊ ലെങ്തിന്റെ ഇപ്പുറത്താണല്ലോ എന്ത് ഏരിയ. അപ്പോൾ 4aയും എച്ചും കൂടി മൾട്ടിപ്ലൈ ആയി. ഈ ലെങ്ത് 4a ആണ്, ഈ ലെങ്ത് എച്ച് ആണ്. 4a എച്ച് ആണ് എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പ്രിസം. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് സ്ക്വയർ പ്രിസത്തെ അതിന്റെ 1 എഡ്ജിലൂടെ കട്ട് ചെയ്ത് നിവർത്തി. അത് നിവർത്തി കഴിഞ്ഞപ്പോൾ അതിന്റെ ആ 4 ലാറ്ററൽ ഫേസ് ആയ 4 ഫേസിന്റെയും കൂടി ഏരിയ എന്ന് പറയുന്നത് 4a ഇൻറ്റു എച്ച്. അതായത് ഈ 4a എന്ന് പറയുന്നത് ഈ പ്രസത്തിന്റെ എന്തായിട്ട് വരും നോക്കിക്കേ കേട്ടോ. ഈ പ്രസത്തിന്റെ ബേസ് പെരിമീറ്റർ എന്ന് പറയാം. ഈ ലെങ്ത്, അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നത്, കാരണം ഇങ്ങനെ കട്ട് ചെയ്താൽ നിവർത്തി ചെയ്തേ. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് 4a എന്ന് പറയുന്നത് ബേസ് പെരിമീറ്റർ ആണ്, ഹൈറ്റ്. അപ്പോൾ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്ന രൂപത്തിൽ നമുക്ക് എന്തിനു എഴുതാം? ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പ്രിസം. വേറൊരു പ്രസം നോക്കാം. വേറൊരു ക്വാഡ്രിലാറ്ററൽ പ്രസമാണ്. ക്വാഡ്രിലാറ്ററൽ പ്രസത്തിന്റെ അതിന്റെ പ്രത്യേക ഷേപ്പ് ഒന്നുമില്ല. ഒരു ക്വാഡ്രിലാറ്റർ ആണ് ബേസ്. അപ്പോൾ 2 ക്വാഡ്രിലാറ്റർ ബേസ്, ക്വാഡ്രിലാറ്ററിന്റെ ഷേപ്പ് ഏത് ക്വാഡ്രിലാറ്റർ വേണമെങ്കിലും ആകാം. അപ്പോൾ അതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എ, ഒരു സൈഡിന്റെ ലെങ്ത് ബി, ഒരു സൈഡിന്റെ ലെങ്ത് സി, ഒരു സൈഡിന്റെ ലെങ്ത് ഡി. അതിന്റെ ഹൈറ്റ് എച്ച് ആണ്. അപ്പൊ ഇത് ആദ്യം ചെയ്ത പോലെ ഇങ്ങനെ കട്ട് ചെയ്ത്, അതായത് ഒരു എഡ്ജിലൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ നിവർത്തി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കിയേ. ആദ്യത്തെ എ ബേസ് ആയിട്ടുള്ള ഈ ഒരു ഫേസ്, ഒരു ലാറ്ററൽ ഫേസ്. ഇത് ബി 1 സൈഡ് ആയിട്ടുള്ള മറ്റൊരു ലാറ്ററൽ ഫേസ്. അതുപോലെ സി 1 സൈഡ് ആയിട്ടുള്ള മറ്റൊരു ലാറ്ററൽ ഫേസ്. ഡി 1 സൈഡ് ആയിട്ടുള്ള മറ്റൊരു ലാറ്ററൽ ഫേസ്. അപ്പൊ ഈ 4 ഫേസിന്റെയും കൂടി ഏരിയ ആണ് ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ, അല്ലെ? അതിന്റെ ഹൈറ്റ് എച്ച് എന്ന് എടുക്കുക. അപ്പൊ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടുത്തായിട്ട് വരും. അപ്പൊ നോക്കിക്കേ, ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നതാണ് എന്താ? ഈ പ്രസത്തിന്റെ, ക്വാഡ്രിലാറ്ററൽ പ്രസത്തിന്റെ എന്താണ്? ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പൊ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആണ് ഈ ലെങ്ത്. ഇത് എച്ച്. അപ്പോ ഏരിയ എന്ന് പറയുന്നത് LSA, ലാറ്ററൽ സർഫസ് ഏരിയ നമുക്ക് LSA എന്ന് എടുക്കാം. LSA എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഇൻറ്റു എച്ച്. അതായത് ഈ ലെങ്ത് ഇൻറ്റു എച്ച്. ആൻഡ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പെരിമീറ്റർ ആണ്, ബേസ് പെരിമീറ്റർ ആണ്. ബേസ് പെരിമീറ്റർ ആണ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഏതൊരു പ്രസം, ഇതിപ്പോ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ പ്രസത്തിന്റെ പ്രത്യേക ഷേപ്പ് ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഏത് പ്രസമാണെങ്കിലും നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട് നിവർത്തി കഴിയുമ്പോൾ ആ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ആ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടും. ആ റെക്റ്റാങ്കിളിന്റെ ഏരിയ, അപ്പൊ അത് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. അപ്പൊ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് ഏതൊരു പ്രസത്തിന്റെയും ലാറ്ററൽ സർഫസ് ഏരിയ. ഇപ്പൊ ലാറ്ററൽ സർഫസ് ഏരിയ ആണല്ലോ ഫോർമുല ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. നമ്മൾ നേരത്തെ ഫോർമുല പഠിച്ചിട്ട് എന്താ? വോളിയം കാണാനുള്ള ഫോർമുല ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോരുത്. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് വോളിയമാണ്. അപ്പോ ഏതൊരു പ്രസത്തിന്റെയും ലാറ്ററൽ സർഫസ് ഏരിയ ബേസ് പെരിമീറ്ററിന്റെ ഹൈറ്റ്, ബേസ് പെരിമീറ്ററിന്റെ പി എന്നെടുക്കാം, ഹൈറ്റ് എച്ച് എന്നെടുക്കാം. അപ്പോ പി എച്ച് LSA ഓഫ് എ പ്രസം. ടോട്ടൽ സർഫസ് ഏരിയ വരുമ്പോൾ 2 ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും കൂടി കൂടുന്നു. അപ്പോൾ ബേസ് LSA plus 2 ബേസ് ഏരിയ ഗീവ്സ് ടോട്ടൽ സർഫസ് ഏരിയ.
അപ്പോൾ സർഫസ് ഏരിയ ഓഫ് പ്രസം കാണാനുള്ള ഫോർമുല ഇത്രയേ ഉള്ളൂ. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് ലാറ്ററൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയയുടെ കൂടെ 2 ബേസ് ഏരിയയും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ദി ബേസ് ഓഫ് എ പ്രസം ഈസ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 32 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 10 സെന്റിമീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് ലാറ്ററൽ സർഫസ് ഏരിയ ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ നോക്കിയേ, ബേസ് ഓഫ് എ പ്രസം ഈസ് എ സ്ക്വയർ. അപ്പൊ ഇറ്റ് ഈസ് എ സ്ക്വയർ പ്രസം. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സ്ക്വയർ പ്രസം വരച്ചിട്ടുണ്ട്. ആ സ്ക്വയർ പ്രസത്തിന്റെ ബേസ് പെരിമീറ്റർ, അതായത് ഈ 4 സൈഡിന്റെയും കൂടി ലെങ്ത് ആണ് 32. അപ്പൊ ബേസ് പെരിമീറ്റർ 32 സെന്റിമീറ്റർ. ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4A. ഒരു സൈഡ് എ ആണ്. സ്ക്വയർ പ്രസമാണ്. സ്ക്വയർ പ്രസം ആകുമ്പോൾ ബേസ് സ്ക്വയർ ആണ്. അപ്പൊ 4 സൈഡും ഈക്വൽ ആണ്. അപ്പൊ ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ് 32. അപ്പൊ സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4A. 4 into 1 സൈഡ് ആണ്. അപ്പോ 4 into 1 സൈഡ്, അത് 4A എന്നുള്ളത് 32 ആണ്. അപ്പൊ A എന്ന് പറയുന്നത് 32/4 മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള 4 അപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യാവുന്നതാണ്. 32/4 എന്ന് പറഞ്ഞാൽ 8 സെന്റിമീറ്റർ. അപ്പോ ബേസ് എഡ്ജ് 8 സെന്റിമീറ്റർ ആണ്. നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ ആണ് എന്ത് ചെയ്യണം? ബേസ് പെരിമീറ്ററിന്റെ ഹൈറ്റ്. ബേസ് പെരിമീറ്റർ തന്നിട്ടുണ്ട്. ബേസ് പെരിമീറ്റർ 32 ആണ്. ഹൈറ്റ് അറിയാൻ 10. അപ്പോ 32 into 10 ദാറ്റ് ഈസ് എന്ത് കിട്ടും? 32 into 10 is equal to 320 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ലാറ്ററൽ സർഫസ് ഏരിയ. അതാണ് ഫസ്റ്റ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരുന്നത് വാട്ട് ഈസ് ദി ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദി പ്രസം. സോ LSA is equal to 320 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്ത് വേണം? ടോട്ടൽ സർഫസ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ കൂടുന്നതാണ്? 2 ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും. 2 ബേസ് ഏരിയ. ബേസ് എന്ത് ഷേപ്പാ? ബേസ് സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഏരിയ A സ്ക്വയർ. അപ്പൊ A എന്ന് പറഞ്ഞാൽ 8 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ 8 into 8 അല്ലെ, 8 സ്ക്വയർ 64 ആണ് എന്ന് പറയുന്നത് ബേസ് ഏരിയ. ബേസ് ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയറിന്റെ ഏരിയ. ബേസിന്റെ ഷേപ്പ് മാറുന്നതനുസരിച്ച് നമ്മൾ ഫോർമുല വ്യത്യാസം വരും. അപ്പൊ ബേസ് ഏരിയ ഇവിടെ സ്ക്വയർ ആണ്. ബേസ് സ്ക്വയറിന്റെ ഏരിയ 8 സ്ക്വയർ ദാറ്റ് ഈസ് 64. അപ്പൊ 2 ബേസ് ഏരിയ ഉണ്ട്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് LSA പ്ലസ് 2 ബേസ് ഏരിയ എന്നാണ്. അപ്പൊ LSA നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിരുന്നു 320 പ്ലസ് എന്താണ് 2 into ബേസ് ഏരിയ. ബേസ് ഏരിയ 64 ആണ്. അപ്പൊ 2 into 64. അപ്പൊ 320 പ്ലസ് 128. 2 into 64 ആണ്. 64ന്റെ ചോയ്സ് 128 ഇത് ആഡ് ചെയ്യുമ്പോൾ 448 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ സ്ക്വയർ പ്രസത്തിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ എന്താ? ടോട്ടൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ 320 സെന്റിമീറ്റർ സ്ക്വയർ. ടോട്ടൽ സർഫസ് ഏരിയ 448 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആയ പറഞ്ഞത്? വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. An equilateral triangular prism of base edge 12 centimeter has a height 20 centimeter. Find its total surface area. അപ്പോൾ ഇവിടെയും ടോട്ടൽ സർഫസ് ഏരിയ ആണെന്നും. അപ്പോൾ ആദ്യം എന്ത് വേണം? ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. പിന്നെ ബേസ് ഏരിയ കണ്ടുപിടിക്കണം. ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ബേസ് ഏരിയ ദാറ്റ് ഈസ് ദി ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ പ്രസം. ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതേ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണിത്. അതിന്റെ എന്താ അറിയാവുന്ന? ബേസ് എഡ്ജ് ആണ് അറിയാവുന്നത്. ബേസ് എഡ്ജ് A12 ആണെന്നറിയാം. പിന്നെ ഹൈറ്റ് 20 സെന്റിമീറ്റർ ആണെന്നറിയാം. അപ്പോൾ ഹൈറ്റും ബേസ് എഡ്ജും അറിയാം. അപ്പൊ നമുക്ക് എന്ത് വേണം? ബേസ് പെരിമീറ്റർ വേണം അല്ലെ? ബേസ് പെരിമീറ്ററിന്റെ ഹൈറ്റ് ആണ് അല്ലെ? ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പിളർന്ന് നേരെ വെച്ച് കഴിയുമ്പോൾ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സൈഡായിട്ട് വരിക. ഹൈറ്റ് ആണ് മറ്റൊരു സൈഡായിട്ട്. അപ്പൊ ലെങ്തിന്റെ അടുത്ത് എന്നുള്ള ഫോർമുല. അപ്പൊ 3A into 20 ആയിട്ട് വരും. അപ്പോ ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത് 3 into 12. അതായത് ഈ 3 സൈഡിന്റെയും കൂടി ലെങ്ത്. ഇതും 12 ആണ്, ഇതും 12 ആണ്, ഇതും 12 ആണ്. അപ്പൊ 12 plus 12 plus 12 വന്നു. അല്ലെങ്കിൽ 3 into 12 എന്ന് എഴുതാം. That is 36 centimeter is the base perimeter and height 20. അപ്പൊ ബേസ് പെരിമീറ്ററിന്റെ ഹൈറ്റ് ആണ് LSA. അപ്പൊ LSA is equal to lateral surface area is equal to P into H. ബേസ് പെരിമീറ്ററിന്റെ ഹൈറ്റ്. അപ്പൊ ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത് 36 ആണ്. ഹൈറ്റ് 20 ആണ്. 36 into 20 that is 720 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ലാറ്ററൽ സർഫസ് ഏരിയ. അതായത് സൈഡിലുള്ള 3 റെക്ടാങ്കിൾസിന്റെ കൂടി ഏരിയ. അപ്പോ ടോട്ടൽ സർഫസ് ഏരിയ ആണ് എന്ത് ചെയ്യണം? ബേസ് ഏരിയ കണ്ടുപിടിക്കണം. ബേസ് എന്ത് ഷേപ്പാ? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ ആണുള്ള ഫോർമുല √3A² by 4. അപ്പോ ബേസ് ഏരിയ A is equal to
√3a²/4. a എന്ന് പറയുന്നത് ബേസ് എഡ്ജ്. അപ്പൊ √3 × 12² വരും. അപ്പൊ √3 × 12² എന്ന് പറഞ്ഞാൽ 12 × 12. അപ്പൊ എന്ത് വരും നോക്കിയേ, 144. 144നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 36. അല്ലെങ്കിൽ 12 × 12 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. 3 × 12 36 √3. അപ്പൊ 36 √3 is the base area. ഇനി ടോട്ടൽ സർഫസ് ഏരിയ ആണ്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? LSA + 2 ബേസ് ഏരിയ. LSA എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 720. ബേസ് ഏരിയയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 36 √3. അപ്പൊ 720 + 2 × 36 √3. അപ്പൊ 720 + 36 × 2 ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 72 √3 cm². അപ്പൊ 720 + 72 √3 cm² ആണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദിസ് ഈക്വിലാറ്ററൽ ട്രയാംഗുലർ പ്രിസം. ഇവിടെ √3യുടെ വാല്യൂ ഇട്ട് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഇത്രയും ആൻസർ എഴുതിയാലും മതി. 720 + 72 √3. അതൊരിക്കലും 720 + 72 ആഡ് ചെയ്യരുത്. 72 √3 ആണ്. അപ്പൊ √3 മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടേ അഡീഷൻ പറ്റുള്ളൂ. ഇപ്പൊ 72 × √3യുടെ വാല്യൂ ആയ 1.73 ഒക്കെ ഇട്ട് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യും. നമുക്ക് തൽക്കാലം ആൻസർ എത്ര എഴുതി വെച്ചാൽ മതി. √3 സാധാരണ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുമ്പോൾ √3 π എന്നിവയുടെ വാല്യൂ കൊടുക്കാൻ പറഞ്ഞ് 2 മാത്രം കൊടുത്താൽ മതി. അപ്പോൾ 720 + 72 √3 cm² ആണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദിസ് ഈക്വിലാറ്ററൽ ട്രയാംഗുലർ പ്രിസം. വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദി ബേസ് ഓഫ് an wooden prism is equilateral triangle. Its lateral surface area is 48 cm² and height 4 cm. 6 such prisms are joined to form a hexagonal prism. It is prettied up by sticking colored paper on all its faces. What is the area of the paper needed? അപ്പോൾ എന്താണ്? ഈക്വിലാറ്ററൽ ട്രയാംഗുലർ പ്രിസം ആണ്. ഒരു ഈക്വിലാറ്ററൽ ട്രയാംഗുലർ പ്രിസം. അതിന്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബേസ് ഈക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ്. അതിന്റെ LSA 48 ആണ്. ആ ഈക്വിലാറ്ററൽ ട്രയാംഗുലർ പ്രിസത്തിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ ആണ് 48. ക്ലിയർ ആണല്ലോ? അങ്ങനെയുള്ള 6 എണ്ണം ഇതുപോലെ ചേർത്ത് ഒരു ഈക്വിലാറ്ററൽ ട്രയാംഗുലർ പ്രിസം ചെയ്ത് അതുപോലെ 6 എണ്ണം ഇങ്ങനെ ചേർത്ത് വെച്ച് ഒരു റെഗുലർ ഹെക്സഗണൽ പ്രിസമാക്കി. ഇനി എന്ത് ചെയ്യണം? ഇതിങ്ങനെ ചേർത്ത് വെച്ച് റെഗുലർ ഹെക്സാഗണൽ പ്രിസം ആക്കിയിട്ട് ഇതിന്റെ പുറത്ത് കളേർഡ് പേപ്പർ ഒട്ടിച്ച് ഭംഗിയാക്കണം. വി ഹാവ് ടു എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് പ്രിറ്റീഡ് അപ്പ് ബൈ സ്റ്റിക്കിംഗ് കളേർഡ് പേപ്പർ ഓൺ ഓൾ ഇറ്റ്സ് ഫേസസ്. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം പേപ്പർ ആവശ്യമുണ്ട് ഇതിനകത്ത് ഒട്ടിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി പേപ്പർ നീഡഡ് ഈസ് സെയിം ആസ് സർഫസ് ഏരിയ ഓഫ് ദി സ്ക്വയർ ദിസ് റെഗുലർ ഹെക്സാഗണൽ പ്രിസം. അപ്പൊ ഇങ്ങനെയുള്ള റെഗുലർ ഹെക്സാഗണൽ പ്രിസത്തിന്റെ പുറത്ത് കളേർഡ് പേപ്പർ ഒട്ടിക്കണം. അപ്പൊ ആ കളേർഡ് പേപ്പറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ടോട്ടൽ കളേർഡ് പേപ്പറിന്റെ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദിസ് റെഗുലർ ഹെക്സാഗണൽ പ്രിസമാണ്. ഇത് ഒരു റെഗുലർ ഹെക്സാഗണൽ പ്രിസമാണ്. അപ്പൊ ഇതിന്റെ 1 ബേസ് എഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല. ഹൈറ്റ് അറിയാം. ഹൈറ്റ് 4 cm ആണ്. പക്ഷെ ഒരു ഈക്വിലാറ്ററൽ ട്രയാംഗുലർ പ്രിസത്തിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ അറിയാം. ഈക്വിലാറ്ററൽ ട്രയാംഗുലർ പ്രിസം ആകുമ്പോൾ സൈഡിൽ എത്ര ബേസ് ഉണ്ട്? 3 റെക്ടാംഗിൾസ് ആയിരിക്കും. 3 റെക്ടാംഗിളിന്റെ ഏരിയ ആണ് 48. അപ്പോൾ ഒരു റെക്ടാംഗിളിന്റെ ഏരിയ എന്തായിരിക്കും? 48/3. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പോൾ LSA 48 ആണ്. ഇനി LSA എന്ന് പറയുമ്പോൾ ഈക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ്. ഈക്വിലാറ്ററൽ ട്രയാംഗിൾ ആകുമ്പോൾ ഇതാണ് ഈക്വിലാറ്ററൽ ട്രയാംഗിൾ. ഇതിന്റെ ഒരു എഡ്ജ് A. അപ്പൊ 3A × H എന്ന് പറയുന്നതാണ് LSA ഓഫ് 1 ട്രയാംഗുലർ പ്രിസം. ഒരു ഈക്വിലാറ്ററൽ ട്രയാംഗുലർ പ്രിസത്തിന്റെ ബേസ് പെരിമീറ്റർ 3A. ആ 3A × ഹൈറ്റ്. അപ്പോ 3A എന്ന് പറയുന്നതാണ് ബേസ് പെരിമീറ്റർ. അപ്പൊ 3AH എന്ന് പറയുന്നതാണ് 48. അപ്പൊ H എന്ന് പറയുന്നത് നമുക്കറിയാം 4 ആണ്. അപ്പൊ 3A × 4 ആണ് 48. 3A എന്ന് പറയുമ്പോൾ 4 × 3 12. അപ്പൊ 12A is equal to 48. അപ്പൊ A is equal to 48/12. That is 4 cm. അപ്പൊ 4 cm ആണ് എന്തെന്ന് പറയുന്നത്? ബേസ് എഡ്ജ്. ഇത് ബേസ് എഡ്ജ് 4 cm ആണ്. അപ്പോ അതായത് ഈക്വിലാറ്ററൽ ട്രയാംഗുലർ പ്രിസത്തിന്റെ 1 എഡ്ജ് തന്നെയാണ് ഈ റെഗുലർ ഹെക്സാഗണൽ പ്രിസത്തിന്റെയും 1 എഡ്ജ്. കാരണം ഇങ്ങനെയുള്ള 6 എണ്ണം ഇങ്ങനെ ചേർത്ത് വെച്ച് പാക്ക് ചെയ്തപ്പോഴാണ് റെഗുലർ ഹെക്സാഗണൽ പ്രിസം കിട്ടിയത്. അപ്പോ
പെരിമീറ്റർ ഓഫ് റെഗുലർ ഹെക്സഗൺ. ഈ പെരിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് എന്താ? ആവശ്യമുള്ള പേപ്പറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക. അപ്പൊ LSA വേണം. LSA ഓഫ് 1 റെഗുലർ ഹെക്സാഗണൽ പ്രിസം. അതായത് LSA എന്ന് പറഞ്ഞാൽ ബേസ് പെരിമീറ്ററിന്റെ ഹെഡ്, ബേസ് പെരിമീറ്റർ ഓഫ് ദി റെഗുലർ ഹെക്സാഗണിന്റെ ആ പെരിമീറ്റർ ആണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഒരു എഡ്ജ് ആണ് 4, അങ്ങനെ 6 എഡ്ജ് ഉണ്ട്. അപ്പൊ 6A ആണ് ബേസ് പെരിമീറ്റർ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ, ദാറ്റ് ഈസ് റെഗുലർ ഹെക്സാഗണൽ പ്രിസം. അപ്പോ 6A ഇൻറ്റു ഹൈറ്റ് H4. അപ്പോ 6 ഇൻറ്റു 4 ഇൻറ്റു 4, അതായത് എന്താണ് 96 സെന്റിമീറ്റർ സ്ക്വയർ ആണ് LSA, ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗണൽ പ്രിസം ഈസ് 96 സെന്റിമീറ്റർ. ഇനി അതുകൂടെ വേണം ബേസ് ഏരിയ. ബേസ് എന്താ ഷേപ്പ്? റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ ആണ് ഫോർമുല 6 ഇൻറ്റു √3A²/4. റെഗുലർ ഹെക്സഗണിന്റെ, കാരണം √3A²/4 ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. അങ്ങനെയുള്ള 6 ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ചേരുന്നതാണ് റെഗുലർ ഹെക്സഗൺ. അപ്പൊ 6 ഇൻറ്റു √3A²/4 ആണ് ബേസ് ഏരിയ, അതായത് റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ. അപ്പോ എയുടെ സ്ഥാനത്ത് 4 തന്നെയാണ്. അപ്പൊ 6 ഇൻറ്റു √3 ഇൻറ്റു 4 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16/4 again 4 ആയി. അപ്പൊ 4 ഇൻറ്റു 6 24 √3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ബേസ് ഏരിയ. നമുക്ക് വേണ്ട എന്താണ്? ടോട്ടൽ ഏരിയ ഓഫ് ദി പേപ്പർ റിക്വയർഡ് ആണെന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ ആണെങ്കിലാ LSA പ്ലസ് 2 ബേസ് ഏരിയ 2A. LSA നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 96 പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ 24 √3 ആണ്. അപ്പൊ 24 ഇൻറ്റു 2 48 √3. അപ്പോ 96 പ്ലസ് 48 √3 സെന്റിമീറ്റർ സ്ക്വയർ ഈസ് ദി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദിസ് റെഗുലർ ഹെക്സഗണൽ പ്രിസം. ആ √3യുടെ വാല്യൂ കൂടി വേണമെങ്കിൽ കൊടുക്കാം. √3യുടെ വാല്യൂ 1.73 എന്ന് കൊടുക്കാം. അപ്പോൾ 24 ഇൻറ്റു 1.73, അതിന്റെ കൂടെ 96 കൂടി ആഡ് ചെയ്യുക. അപ്പൊ എന്താന്ന് നോക്കിയേ, 96 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 41.52 എന്ന് കിട്ടും. 173 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 ഡെസിമൽ പ്ലേസ് കൊടുക്കുന്നു. അപ്പോൾ 41.52. അത് ആഡ് ചെയ്യുമ്പോൾ 96ഉം 41ഉം ആഡ് ചെയ്താൽ 137.52 സെന്റിമീറ്റർ. ഇത്രയും പേപ്പറാണ് നമുക്ക് എന്ത് വേണ്ടത്? ഇതിന്റെ പുറത്ത് ഒട്ടിക്കാൻ വേണ്ടി. അപ്പൊ ഏരിയ ഓഫ് ദി പേപ്പർ നീഡഡ് എന്ന് പറഞ്ഞാൽ 137.52 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഏരിയ ഓഫ് ദി പേപ്പർ റിക്വയർഡ് ഈസ് ഈക്വൽ ടു 137.52 സെന്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനെയും ചെയ്യാം. 1 എഡ്ജ് കണ്ടുപിടിക്കാതെ, അതായത് നമ്മുടെ ഇവിടെ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കുലർ പ്രിസത്തിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ 48 എന്നാണ് നേക്കണേ. അപ്പോൾ ഒരു ഫേസ്, അതായത് ഒരു 3 ഫേസ് ചേരുന്നതാണ് ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പോൾ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ 48/3 16 എന്ന് കിട്ടും. അപ്പോൾ ഈ റെഗുലർ ഹെക്സഗണൽ പ്രിസം ആകുമ്പോൾ 6 ഫേസ് ഉണ്ട്. അപ്പോൾ 6 ഇൻറ്റു 16 96 അങ്ങനെയും കണ്ടുപിടിക്കാം. ബേസ് ഏരിയ അങ്ങനെ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും പേപ്പറാണ് ഇതിനകത്ത്, കളയുടെ പേപ്പറാണ് ഇതിനകത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മേടിക്കേണ്ടത്. നമുക്ക് 137.52, നമുക്ക് 138 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് അപ്രോക്സിമേഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.